ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന നാരായണീയ പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം. ശ്രീമദ് നാരായണീയത്തിൽ ദശകം 27 പാലാഴി മഥനം. ശ്ലോകങ്ങൾ 4, 5, 6. സന്ധാനം കൃതവതി ദാനവൈസുരൗഘേ മന്ദാനം നയതി മദേന മന്ദരാദ്രിം പൃഷ്ഠേ അസ്മിൻ ബദരം ഇവോദഹൻ ഗഗേന്ദ്രേ സദ്യസ്ത്വം വിനിഹിതവാൻ പയപ്പയോദൗ. സന്ധാനം കൃതവതി ദാനവൈസുരൗഘേ മന്ദാനം നയതി മദേന മന്ദരാദ്രീം പൃഷ്ഠേ അസ്മിൻ ബദരം ഇവോദ്വഹൻ ഗഗേന്ദ്രേ സദ്യസ്ത്വം വിനിഹിതവാൻ പയപ്പയോദൗ. ഭഗവാന്റെ ഉപദേശപ്രകാരം ദേവന്മാർ അസുരന്മാരുമായി സന്ധി ചെയ്തു. ദേവന്മാർ അഹങ്കാരത്തോടെ മന്ദരം ഇപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു ചെന്ന് മന്ദരം പൊക്കിയെടുത്ത് പുറപ്പെട്ടു. പാലാഴി കടയുന്നതിന് മത്തായി കടക്കോല നിശ്ചയിച്ച മന്ദരപർവ്വതമായിരുന്നല്ലോ. വഴിക്ക് വെച്ച് ഭാരം താങ്ങാൻ വയ്യാതെ അവർക്കത് പാലാഴിലെത്തിക്കാനായില്ല. ഇതറിഞ്ഞ ഭഗവാൻ ഗരുഡനെ കൊണ്ട് വഹിപ്പിച്ച് മന്ദരം പാലാഴിയിലെത്തിച്ചു. ശ്ലോകം 5. ആദായ ദ്രുതം മദവാസുകീം വരത്രാം പാദോദൗ വിനിഹിത സർവബീജജാലേ പ്രാരബ്ധേ മദനവിധൗ സുരാസുരൈസ്തൈർ വ്യാജാത്വം ഭുജഗമുഖേ അഗരോസുരാരിൻ. പിന്നെ ദേവാസുരന്മാർ ഒന്നിച്ച് വേഗത്തിൽ വാസുകിയെ കയറാക്കി എല്ലാ ഔഷധി ബീജങ്ങളും അടങ്ങിയിട്ടുള്ള പാലാഴിയിൽ മഥനം തുടങ്ങിയപ്പോൾ ഗുരുവായൂരപ്പ അങ്ങ് സൂത്രത്തിൽ അസുരന്മാരെ വാസുകിയുടെ തലയ്ക്കലാക്കി. ആദ്യം സുരന്മാർ തലയ്ക്കലും അസുരന്മാർ കാൽക്കലുമായി നിന്നു. അപ്പോൾ അസുരന്മാർ പറഞ്ഞു, വാൽഭാഗം പിടിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അത് കേട്ട ഭഗവാൻ അസുരന്മാരെ തലഭാഗം പിടിക്കാനും ദേവകളെ വാൽഭാഗം പിടിക്കാനും അനുവദിച്ചു. കാര്യം നടക്കുന്നതിനും വിഘ്നം പാടില്ലല്ലോ. ഈ ശ്ലോകത്തിൽ പാലാഴി മഥനം തുടങ്ങുകയാണ്. ശ്ലോകം 6. സുപ്താദ്രൗ ക്ഷുഭിതജലോദരേ തദാനീം ദുക്താബ്ദൗ ഗുരുതരഭാരദോ നിമഗ്നീം ദേവേഷു വ്യതിതതമേഷു തത്പ്രിയൈഷീ പ്രാണൈഷീ കമഠതനം കഠോരപൃഷ്ഠാം. ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ കൂർമാവതാരമാണ് വിഷയം. എന്തിന് ഭഗവാൻ കൂർമാവതാരമെടുത്തു, എപ്പോഴെടുത്തു എന്ന് പറയുന്നു. പാലാഴി മഥനം തുടങ്ങിയപ്പോൾ ആകെ കലങ്ങി മറിഞ്ഞ് ക്ഷുഭിതയായ പാലാഴിയിൽ കടക്കോലായ മന്ദരപർവ്വതം ഭാരം ഏറെയുള്ളതിനാൽ താണുപോയി. അതുകണ്ട ദേവകൾ ദുഃഖിതരായി ഭഗവാനെ പ്രാർത്ഥിച്ചു.
ആ സമയം ഭഗവാൻ അവരെ സന്തോഷിപ്പിക്കുന്നതിനായി ആശ്വസിപ്പിക്കുന്നതിനായി വേഗം കട്ടി കൂടിയ മുതുകലുള്ള ഒരു കൂർമ്മമായി മന്ദരം താങ്ങണമെങ്കിൽ മുതുകിന് ബലം വേണം. അതാണ് ആമയുടെ ശരീരം സ്വീകരിച്ചത്. നമസ്തേ. ബാക്കി ഭാഗം തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ.